സാമൂഹികവും സാമ്പത്തികവുമായ ആഘാതങ്ങൾ പലപ്പോഴും പ്രകടവുമാണ്. പക്ഷെ പ്രകടമല്ലാത്ത ആഘാതങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്. അത്തരം ആഘാതങ്ങളെ കൂടി പ്രത്യേകിച്ചും സാമൂഹിക തലത്തിൽ നിന്നുകൊണ്ട് ആ ആഘാതങ്ങളെ നമ്മൾക്ക് പ്രതിരോധിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതകളെ കൂടി ഒന്ന്. അപ്പോൾ ഇതിനകത്ത് പ്രകടം അല്ല എന്ന് പറയാനൊക്കില്ല. നമുക്കത് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള കാര്യം നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. പക്ഷേ അത് കാലാവസ്ഥാ വ്യതിയാനമാണോ എന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ വീട് എൻ്റെ ഒരു 150 മീറ്റർ അപ്പുറയാണ് സ്കൂൾ. ഫസ്റ്റ് ബെൽ അടിച്ചിട്ട് പോയാൽ മതി. പക്ഷേ രാവിലെ പോയി ജൂൺ 1 ക്ലാസ് തുടങ്ങും. പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും നനഞ്ഞു ഒലിച്ചാണ് വരിക. നമ്മൾ പലരും അത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം മനസ്സിലായല്ലോ, നമ്മുടെ മൺസൂൺ തുടങ്ങുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തും. എല്ലാ വർഷവും നടത്തുന്നതാണ്, അറിയാമായിരിക്കും. മഴക്കാല പൂർവ്വ ശുചീകരണം നമ്മൾ നടത്തുന്നത് ഏത് മാസമാണ്? മെയ് മാസത്തിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണം. പക്ഷേ എപ്പോഴാണ് മഴ? ഏതാണ്ട് 1.5 മാസം കൂടുമ്പോൾ നമുക്ക് മഴയുണ്ട്. ഏതാണ്ട് 1.5 മാസം കൂടുമ്പോൾ നമുക്ക് മഴയുണ്ട്. ഇതാ മാറ്റം. ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഫലം ഇതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമാണ് ശേഖർ ചോദിച്ച സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലുള്ളത്. മാഡം കൂടെ പറയുന്ന കാര്യം തന്നെയാണ്. അതായത് ഞങ്ങൾ അപ്പർ കുട്ടനാടാണ്. എൻ്റെ അനുജനടക്കം കൃഷി ഇറക്കുന്നവരാണ്. കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ കൊയ്ത്ത് വരെ ടെൻഷനായിപ്പോൾ. അങ്ങനെ മുകളിലെത്തുന്ന സമയമാകുമ്പോൾ കൊയ്ത്തിനൊരു എത്രയും പെട്ടെന്ന് കൊയ്യാൻ പറ്റും. അങ്ങനെ പറ്റുകയോ ഇല്ല. വിളഞ്ഞിട്ട് വേണമല്ലോ കൊയ്യാൻ. മഴ വന്നാലോ, കാറ്റ് കൂടിയാലോ, ആ വർഷത്തെ എല്ലാം തീർന്നു. ഇത് അനുഭവമാണ്. ഇതും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണോ എന്ന് ഞാനോ നമ്മളോ പറയുന്നില്ല. പക്ഷേ ഇതാണ് അനുഭവം. ഇത് ഓരോ കർഷകൻ, ടീച്ചർ പറഞ്ഞാൽ അതാണ്, ഇത് ഓരോ കർഷകരുടെ പ്രശ്നമാണ്. ഇനി ഞാൻ വേറൊന്ന് പറയാം. നമ്മൾ മത്തി, ചാള എന്നൊക്കെ പറയുന്നതാണ്. മത്തിയും ചാളയും പല ഭാഷയിലാണ്. കേരളത്തിലെ ഏറ്റവും പഞ്ഞ കാലങ്ങളിൽ പോലും കേരളത്തിലെ ആരോഗ്യം നിലനിർത്തിയത്, ന്യൂട്രീഷൻ നിലനിർത്തിയത്, പോഷണ നിലവാരം നിലനിർത്തിയത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് അന്നജവും മാംസ്യവും വേണം, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വേണം. നമുക്ക് അന്നജം, കാർബോഹൈഡ്രേറ്റ് മരച്ചീനിയിൽ, കപ്പയിൽ കിട്ടും. അന്ന് വിലയില്ല. ഇപ്പോഴാണ് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നത്. അന്ന് പറിച്ചെടുത്താൽ മതിയായിരുന്നു. അതുണ്ടായിരുന്നു. മറ്റൊന്ന് മത്തിയായിരുന്നു. കാര്യം വില കുറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ മത്തി, ചാള സമുദ്ര ഉപരിതലത്തിൻ്റെ അടുത്താണ്. കാര്യം അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആവശ്യം അവിടെയാണ്. ആ ടെമ്പറേച്ചറിലാണ് അത് വളരുക. അതുകൊണ്ട് നമുക്ക് കിട്ടുമായിരുന്നു. ദൂരെ എങ്ങും പോയി പിടിച്ചുകൊണ്ട് വരേണ്ടതല്ല, അടുത്താണ് കിട്ടുക. പക്ഷേ ഇത്തവണ കൂടി കിട്ടി. അതിന് മുമ്പ് വരെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി കുറഞ്ഞു, വില കൂടി. കാരണം എന്താ? ഈ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മത്തി മുഴുവൻ ഗുജറാത്ത് കോസ്റ്റിലേക്ക് മാറി. ഒരു രാഷ്ട്രീയവും ഇല്ല അതിനകത്ത്. ഗുജറാത്ത് കോസ്റ്റിലേക്ക് മാറി. എന്താ കാരണം? നമ്മൾ ഭൂമധ്യരേഖയുടെ അടുത്താണ്. ചൂട് കൂടി വരികയാണ്. അപ്പോൾ പതുക്കെ അങ്ങോട്ട് പോയി. ഇതാണ് അതിൻ്റെ വാസ്തവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ അനുഭവിക്കുന്നതാണോ? കാലാവസ്ഥാ വ്യതിയാനം ഒന്നും ആരും പറഞ്ഞിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പം നമ്മൾ കടലിലിറങ്ങുന്നവർ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നില്ല. മത്തി കുറഞ്ഞു എന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് വില കൂടിയെന്നേ പറയുള്ളൂ. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റമാണ് ഈ രീതിയിലാണ് പോകുക.